വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്. സോ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ടെറസിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചാട്ടോ, പക്ഷെ അവിടെ ചെറിയൊരു നോയിസ് ഡിസ്റ്റർബൻസ് ആണ്, വേറെ ഒന്നുമല്ല. ചെമ്പരിയാടാണ് കേട്ടോ, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെൽക്കം ബാക്ക് ഡേ എന്ന് അമ്മ വിളിച്ചതാട്ടോ, അതോട്ടോ പെട്ടെന്ന് താഴോട്ട് വന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോസിൽ കുറച്ച് ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് ക്യാം ഓൺ ചെയ്യാം കേട്ടോ. അത് ഒന്ന് എനിക്കതിൽ 10 മാർക്ക് ചെയ്യണം കേട്ടോ. ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര തരുന്നുള്ളതെന്ന് കറക്റ്റ് സിൻസിയർ ആയിട്ട് ഇട്ടുള്ളൂ കേട്ടോ. 0 ആണെങ്കിലും 1 ആണെങ്കിലും 2 ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒന്ന് ഇടണേ. അപ്പോൾ അടുക്കള മെസ്സായിട്ട് കിടക്കുമ്പോൾ അതിന് ക്ലീൻ ആക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ തോന്നും, എന്തുകൊണ്ട് അൺക്ലീൻ ആയിട്ട് കിടക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവില്ലേ. അതായത് നമ്മൾ ഒരു മോർണിംഗ് റൊട്ടീനിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മിനിറ്റ് ഞാൻ സ്റ്റാൻഡ് ഒന്ന് വെക്കട്ടെ, കൈ പിടിക്കാം. സോ അപ്പം സ്റ്റാൻഡൊക്കെ പ്ലേസ് ചെയ്തു. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും, അത് കറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ സ്റ്റാൻഡ് അവിടെ പ്ലേസ് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ കിച്ചൺ റൊട്ടീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ക്ലീനിങ് ചെയ്യും. ഇപ്പോൾ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അത് ക്ലീനിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ വന്നിട്ട് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര കഴിഞ്ഞാലും ഒരു നൂൺ ടൈം കഴിയുമ്പോഴേക്കും അടുക്കള മെസ്സാവാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാ വീട്ടമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭയങ്കരമായിട്ട് മെസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെസ്സാവുന്ന സമയത്ത് നമ്മൾ മാക്സിമം ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് മാക്സിമം ബോഡി ടയേർഡാവും. അതുപോലെ തന്നെ ഇപ്പോൾ വീട് കുറച്ച് വൈഡാണ്, അതായത് വൈഡ് ആവുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് കൂടി ചെയ്യുമ്പോൾ കുറച്ച് ടയേർഡ് ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയേർഡ്നെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, അതായത് ബ്രേക്ക് എടുക്കുക. അതായത് ഞാൻ വേറൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി, അതായത് നമ്മൾ ഒരു മനുഷ്യരാണ്. അപ്പോൾ അതായത് നമ്മൾ ഇപ്പം എത്ര ഇൻടേക്ക് പോയാലും നമുക്ക് എനർജിയോടുകൂടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ബ്രേക്ക്, അതായത് ടാസ്ക് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടെ ടോഗ് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് അവനറിയാതെ അവിടെ ആ ചെമ്പരിയാടിന്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അത് കണ്ടിട്ട് അവൻ അവിടെ ഭയങ്കരമായിട്ട് കുരയാണ്. അതുകൊണ്ടാട്ടോ. അത് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കറന്റ് ഇഗ്നോർ ചെയ്യുക. ഡിസ്റ്റർബൻസ് ആയി തോന്നുവാണെങ്കിൽ സോറി കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഈവനിങ് റൊട്ടീൻ പറയാം കേട്ടോ. ഈവനിങ് റൊട്ടീൻ അല്ല കേട്ടോ. ഇന്ന് ഈവനിങ് എന്നിട്ട് ചായ വെച്ചു. ആക്ച്വലി നമ്മളൊരു ചായ കുടിക്കുമ്പോൾ നമ്മുടെ മൂഡ് ബ്രേക്ക് ആവില്ല. അതായത് മൂഡൊന്ന് ബൂസ്റ്റ് ആവുക ചെയ്യാല്ലേ. അതായത് എന്താ, നല്ല രീതിയിൽ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു ചായ വെച്ച് കുടിക്കുക. അല്ലെങ്കിൽ അതൊരു ആക്ച്വലി എനിക്ക് പറയുമ്പോൾ പേഴ്സണലി ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് ചായ വെച്ച് കുടിക്കുമ്പോഴാണ്. സോ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഈ ചായക്കൊപ്പം കടി കഴിക്കുക. അതായത് എന്നും കടി കഴിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഓയിൽ കണ്ടൻസ് ഉള്ളത് കഴിക്കുമ്പോൾ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പറയുമ്പോൾ സ്കിന്നിൽ പിമ്പിൾസ് വരും, ഓൾറെഡി ഓയിലി സ്കിന്നാണ്. അപ്പൊ ഞാനത് അതുകൊണ്ട് അത് ഇടയിൽ മാത്രം, അതായത് അധികം കഴിക്കേണ്ട, ഇടയിൽ മാത്രം കഴിക്കുക. ഇപ്പൊ നമ്മൾ ടാസ്കുകളിൽ ബ്രേക്ക് എടുക്കില്ല, അതുപോലെ ഇടയിൽ മാത്രമായിട്ട് കഴിക്കുക. എപ്പോഴും കഴിക്കണ്ട. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇടയിൽ ഒരു ഡയറ്റ് വെക്കുക കേട്ടോ. അതായത് സാലഡ്സ് കൊണ്ടുവരിക. ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ഒരു ലെമണൊക്കെ പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞതൊരു സാലഡ് ഫോമിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഡയറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് ഇൻടേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, മോർണിംഗിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പലഹാരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചോറ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ഉപ്പേരി പിന്നെ ചാറുകറി ഞാൻ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഓരോരുത്തരുടെയും കുക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ചെയ്യാനായിട്ട്
നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് പഠിക്കാം. ആദ്യം ഒന്നും പെർഫെക്ഷൻ വരില്ല, ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കിംഗ് നന്നായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് എടുക്കണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ കോണ്ടന്റ്സ് കുക്കിങ്ങിന്റെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൽസ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണോ, അതൊക്കെ ചെയ്തോളൂ. ഇപ്പൊ ഞാനിപ്പോ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പൊ റൈറ്റിംഗ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. റൈറ്റിംഗ് ഇൻ ദ സെൻസ് ഞാനിപ്പോ ടു ഡു ലിസ്റ്റ് ആണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്ലീനിങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ എല്ലാം ഒരു ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് വീഡിയോ ബോറടിക്കുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ വോയിസ് അധികം വോളിയം ഇല്ല, കാരണം ഞാൻ മൈക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വോളിയം കുറവായിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും മൈക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇനി വോയിസ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം കേട്ടോ. സോ താങ്ക് യു. ഓ, സൈലന്റ് ആയിട്ടുണ്ട് കേട്ടോ. അവന്റെ ഡിസ്റ്റർബൻസ് ആയിരുന്നു ആ ആടുകളെന്ന് തോന്നുന്നു കേട്ടോ. അതെല്ലാം പോയി. അപ്പൊ അവൻ സൈലന്റ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. ഇനി പുറത്തു പോകാൻ വേണ്ടി ആരെയോ കാത്തിരിക്കുകയാണ് അവൻ. ടോഗോ, ഞാൻ വിളിച്ച് സാധാരണ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ടോഗോ ഭയങ്കര സൈലന്റ് ആയി നല്ല കുട്ടിയാണ്. പിന്നെ ഇത് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് ആദ്യം ഒരു ലോങ് വ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ. അതായത് ഒരു ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് എനിക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ്, എനിക്ക് ഓരോരോ തിരക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ. അതായത് എനിക്ക് ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ഇവിടെ നടന്ന് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ നോക്കാം, ഇവിടെ നിന്ന് പറ്റുന്ന പോലെ കാണിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ബാക്ക് ക്യാം ഓൺ ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ഒരു നേച്ചർ ഫുള്ളായിട്ട് ഒരു ലോങ് വീഡിയോ പോലെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയേ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 മാവൊക്കെ ഉണ്ട്. ഇത് ഈ ഇപ്പുറത്തെ സൈഡിൽ ഇത് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നതാട്ടോ. ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുള്ള മറ്റേ ഇതില്ലേ, കാഷ്യൂനട്ടിന്റെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചേരുമ്പഴത്തിന്റെ, അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇത് ഈ ടൈമിൽ സീസണാ തോന്നുന്നു കേട്ടോ. അതിങ്ങനെ വന്ന് കണ്ടപ്പോൾ ഞാൻ നോക്കിയതാട്ടോ. ഇത് അവിടെ കണ്ടോ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലായിട്ട്. എനിക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു പേടിയല്ല, ഭയങ്കര മുള്ളു കൂടുതലാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് മാക്സിമം കാണിക്കാം. അതായത് ചുറ്റും ഫുൾ പാടങ്ങളാണ്. ഇതുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, മരങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു പാടം, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഒരു ദിവസം ഞാൻ നടന്ന് കണ്ടതാട്ടോ ഇത് മുഴുവനായിട്ട്. കംപ്ലീറ്റ്ലി ഇവിടെ വന്നിരുന്നാൽ തന്നെ ഒരു കാംനെസ്സും സൈലൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്തൊരു സപ്പോട്ട മരം ഉണ്ട്, സപ്പോട്ട മരം. പിന്നെ അതുപോലെ അപ്പുറത്തൊരു മാവുണ്ട്. ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള ലാൻഡില്ലേ, അതിൽ ഈ സപ്പോട്ട വീഴുമ്പോൾ മാങ്ങ വീഴുമ്പോഴൊക്കെ എടുക്കുക കേട്ടോ. ലാസ്റ്റ് ഇയർക്ക് ഇഷ്ടം പോലെ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ എനിക്ക് തോന്നുന്നു ക്യാഷ് കൂടുതലായിട്ട് കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. കാഷ്നട്ടിന്റെ ഫ്രൂട്ടില്ലേ, അതാട്ടോ ഞാൻ പറയുന്നത്. അതേ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ, പഴുത്തിട്ടില്ല. അത് വലിഞ്ഞു വന്നു കേട്ടോ. ഇതെനിക്കൊരു നൊസ്റ്റു ഫീലിംഗ് ആട്ടോ. ഞാൻ പണ്ട് ഈ സംഭവം കഴിച്ചിട്ട് നമ്മൾ ഈ കുട്ടികളിങ്ങനെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ഡ്രസ്സിലൊക്കെ വീഴില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതറിയോ? നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കത് നല്ലൊരു നൊസ്റ്റു ഫീലിംഗ് ആയിരുന്നേ. ഭയങ്കര ടേസ്റ്റ് ആയി സാധനം. അപ്പോൾ വെളിച്ചമുള്ളവിടെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേറൊരു വീഡിയോയിൽ, അത് നോക്കണേ. പിന്നെ ഇല്ലേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പ്ലേസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ വേണ്ടി വരും കേട്ടോ. അതായത് ബുക്ക്ലെറ്റ്സും കുറച്ച് നോട്ട്സും, പിന്നെ എൻ്റെ കയ്യിൽ കുറേ A4 ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എഴുതുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ പോയിന്റ്സ് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ എപ്പോഴും ഒരു നോട്ട്സ് കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഒരു നോട്ട്സ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ലാസ്റ്റ് ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും റിവൈസിങ് ടൈമിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഇതെൻ്റെ ഒരു
എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ്, അതായത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അത് ഇവിടെ സീമക്കൊന്നയുടെ കുറച്ച് ലാവൻഡറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്നുള്ള ഒരു ആംബിയൻസ്, അതായത് ഒരു പച്ചപ്പും കംപ്ലീറ്റ് എല്ലാം നമുക്ക് ഭയങ്കര നീറ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെയിൽ വരുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് നല്ലോണം കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട്, അതായത് കറക്റ്റ് ഈ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് പഠിക്കുകയെന്ന് അറിയില്ല, അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം അതായത് എനിക്കെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ടു ഡു ലിസ്റ്റിൽ ഞാൻ 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 കാര്യങ്ങളിൽ നാളെ എനിക്ക് എന്നെക്കൊണ്ട് അത് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് 8 കാര്യങ്ങൾ, ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോൾ ഇതിൽ വ്ളോഗിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇപ്പം ഞാൻ ടിക്കറ്റ് വെക്കുക, കാരണം നാളെ എനിക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ടിക്കറ്റ് വെക്കുകയാണ്. അപ്പോൾ ഇനി ക്ലീനിങ്ങും ടീ, കോഫി, വേക്കപ്പ് ഏർലി, പിന്നെ കുക്കിംഗ് കാര്യങ്ങളും കുറച്ച് നോക്കണം കേട്ടോ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൈനി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കും. ഇപ്പം തന്നെ ചെറുതായിട്ടും എനിക്കത് സ്ലോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണ്, ബട്ട് ചില സമയങ്ങളിൽ അത് ഫാസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ അതിന് ഡീക്ലട്ടർ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനി എനിക്ക് ഡീക്ലട്ടറിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അലമാര ക്ലീൻ ആക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി വൺസ് ഇൻ എ മന്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇടയിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അപ്പം തന്നെ ക്ലോത്ത്സ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഏകദേശം ഒരു സ്പേസ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ. കാരണം നമുക്കിങ്ങനെ കുത്തി നിറയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ സ്പേസ് സേവിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ വലിയ ബാഗുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ അൺവാണ്ടഡ് ആയിട്ടുള്ള തുണികളൊക്കെ ഇല്ലേ, അതിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ലോണ്ട്രീസിൻ്റെ ബാസ്ക്കറ്റ്സ് കിട്ടും. അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഓൺലൈനിൽ അങ്ങനത്തെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടൻസിൽ മെയിനായിട്ട് ഇങ്ങനെ മാർക്കറ്റിംഗ് കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് കൂടുതലാണ്. അതായത് യൂട്യൂബേഴ്സിന് കൊളാബറേഷൻസ് ഒക്കെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതിലും തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഈ ടു ഡു ലിസ്റ്റ് എന്തായാലും എനിക്ക് വിൻ ചെയ്യുമെന്ന് അറിയില്ല, ബട്ട് ഞാൻ എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്കിതിൽ എപ്പോഴും അത് ചെയ്യണം എന്നുണ്ടാവും, ബട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് അവിടെ സ്റ്റോപ്പായി പോകും കേട്ടോ. അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഈ ടു ഡു ലിസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് ആ മടി വരാൻ പറ്റില്ല. കാരണം നമ്മളെ തന്നെ സ്വയം മോൾഡ് ചെയ്യുമ്പോൾ, നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേട്ടോ. സോ ഞാൻ കിച്ചൺ കാണിച്ചു തന്നു കേട്ടോ. അതായത് കുറച്ച് മെസ്സായി കിടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ രാവിലെ നല്ല ക്ലീൻ ആയിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോർമലി എല്ലാ വീടുകളിലും രാവിലെ ക്ലീൻ ആയിട്ടാണ് കിച്ചൺ ഉണ്ടാവുക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് തരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഒരു സൈലന്റ് ഇൻട്രോസ്പെക്ഷൻ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതാട്ടോ ഞാൻ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇന്ന് കുറച്ച് പ്രൊലോങ് ചെയ്ത് കൂടിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും തേഴ്സ്ഡേ ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഏകദേശം എനിക്ക് കുറച്ച് നെറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് തരാട്ടോ. അതായത് കുറച്ചും കൂടി ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്